ഹലോ. ഞാൻ മനസ്സിലായി, ഇന്നലെ കണ്ടിരുന്നു. എന്താ കുട്ടിയുടെ പേര്? ആശ. ആശ തമ്പി. വരൂ, അകത്തേക്ക് ഇരിക്കാം. വരൂ. കുട്ടിയുടെ വീട് എവിടെയാ? തറവാട് തിരുവനന്തപുരത്താ. ഞാൻ ജനിച്ചു വളർന്നൊക്കെ ബാംഗ്ലൂരാ. ഈ ഇന്ദിരാ തമ്പി ആശയുടെ ആരാ? ആന്റിയാണ്, അച്ഛന്റെ അനുജത്തി. കുട്ടിയുടെ മുമ്പ് ഇവിടേക്ക് വന്നിട്ടുണ്ടോ? ആ, ഒരിക്കൽ അച്ഛന്റെ കൂടെ. ചേച്ചിക്ക് ഞാൻ വന്നത് വിഷമായോ? അങ്ങനൊന്നുമില്ല. അവിടെ ഇരുന്ന് മടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നെ. ആന്റി ആരോടും അധികം സംസാരിക്കാറില്ല. അറിയാം. ആശയ്ക്ക് എന്താ കുടിക്കാൻ എടുക്കേണ്ട? കാപ്പിയോ ചായ? ആ, എനിക്കൊന്നും വേണ്ട. ചേച്ചി ഇവിടെ ഇരുന്നാ മതി. ആ, ചേച്ചിയോടൊരു കാര്യം പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഇവിടുത്തെ സാറിന്റെ കോളേജിൽ ഇന്റർവ്യൂ ആണ്. അഡ്മിഷൻ വളരെ സ്ട്രിക്റ്റ് ആണെന്ന് കേട്ടു. ചേച്ചി പ്രൊഫസറോടൊന്ന് പറയണം. എന്താ കുട്ടിയുടെ സബ്ജക്ട്? ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. ഫസ്റ്റ് BA. ആഹാ, മാർക്കൊക്കെ എങ്ങനെയാ? മോശമല്ല. എന്നാ പിന്നെ പ്രയാസമൊന്നും ഉണ്ടാവില്ല. മൂപ്പരാണേ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്. ഞാൻ പറഞ്ഞ് ശരിയാക്കാം. അത് ശരിയാവില്ല. പ്രൈവറ്റ് കോളേജിലാണെങ്കിൽ മെഡിസിനും എഞ്ചിനീയറിംഗിനും വരെ പണവും ശുപാർശയും മതി. ഇതൊരു ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. മെറിറ്റ് അടിസ്ഥാനത്തിലേ പറ്റൂ. ആശയ്ക്ക് നല്ല മാർക്കുണ്ട്. അത് മാർക്ക് ലിസ്റ്റ് കാണുമല്ലോ. അതറിയാൻ ഇന്റർവ്യൂ നടത്തേണ്ട കാര്യമില്ല. മറ്റൊരിടത്തും കിട്ടാതെ വരുമ്പോ കടന്നുകൂടാവുന്ന ഒരു റെഫ്യൂജി ക്യാമ്പ് അല്ല ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. അത് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ബോൺ ടേസ്റ്റ് വേണം, ടാലന്റ് വേണം. എനിക്ക് താല്പര്യമുണ്ട് സാർ. ദാറ്റ് വി വിൽ സീ ഇൻ ദി ഇന്റർവ്യൂ. ഓ ശരി. മൂപ്പര് പറഞ്ഞത് കേട്ട ആശ വിഷമിക്കണ്ട. അഡ്മിഷൻ കിട്ടും. പ്ലീസ് ചേച്ചി, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഏറ്റു. പോട്ടെ. അയ്യോ, എന്താ പറ്റി? അമ്മേ, ഇത് കണ്ടോ? എവിടെ അവൻ? ഇന്ന് ഞാൻ പുറത്ത് വരുന്നില്ലയോ? ഇവിടെ വാ. നീയാണോ ഇതൊക്കെ ചെയ്തത്? സത്യം പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ ഞാൻ അടിച്ചു. സത്യം പറയടാ. അടിച്ചു ഞാൻ. ഇപ്പൊ പറഞ്ഞില്ല, ഞാൻ അടിച്ചു ശരിപ്പെടുത്തിക്കളയാ. എന്താണ് അവിടെ? എന്താണ് എന്താണ് എന്താ ഉണ്ടായേ? ചന്ദന അമ്മ അടിച്ചാ? എന്റെ മോനെ അടിച്ചോ? ആരായിരുന്നു? ഞാൻ ഇപ്പൊ ശരിയാക്കുന്നു. മോനെ ആരാ അടിച്ച? മോനെ അവൻ എങ്ങനെയാ പറയാ? അവൻ ഉറങ്ങുക. ഇല്ലമ്മേ, ഉറങ്ങല്ല. അവൻ വെറുതെ കിടക്കുക. നീ പോടി. അവൻ ഉറങ്ങുക തന്നെയാ. സംശയം ഉണ്ടെങ്കിൽ നോക്കിക്കും. ഉറങ്ങുന്ന കുട്ടികൾ കാല് പൊക്കുമല്ലോ. ഇനിയിപ്പൊ കൈ പൊക്കുന്നതും കാണാം. എനിക്ക് അഡ്മിഷൻ കിട്ടി. ആഹാ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ കിട്ടുമെന്ന്. ഇത് പ്രസാദം. സാറ് അന്ന് പറഞ്ഞ് സംസാരിച്ച പോലൊന്നല്ല. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് എന്നോട് പെരുമാറിയത്. ക്വസ്റ്റ്യൻസ് എല്ലാം വളരെ ഈസി ആയിരുന്നു. വെരി ഗുഡ്. ചേച്ചി, ഈ ക്ലോക്ക് ശരിയാണോ? അതെ. ഞാൻ വന്നതുകൊണ്ട് ചേച്ചിയുടെ ജോലിയൊന്നും മുടക്കണ്ട കേട്ടോ. അതൊന്നുമില്ല. ഒരു മിനിറ്റ്. ഹലോ, അതെ, ആരെയാ വേണ്ടേ?
അടുത്ത വീട്ടിലെയോ? ആ ഇവിടെ ഉണ്ടല്ലോ. വിളിക്കാം വിളിക്കാം, ഒരു മിനിറ്റ്. ആശേ, ഒരു ഉണ്ണികൃഷ്ണൻ. ഹലോ. ആ അവരിവിടെ ഉണ്ട്, അടുത്തുണ്ട്. ആ ഫീസ് അടച്ചു. ആ ക്ലാസ് അടുത്ത ആഴ്ച തുടങ്ങും. എവിടെ? ഞാൻ വരില്ല. എന്ത് പറയാൻ? അതെ, നേരെ കാണുമ്പോ തരാം. നോട്ടി ബോയ്. ആ ഞാൻ കേൾക്കുന്നുണ്ട്. അതെ, സ്വകാര്യ, ഇവിടുന്ന് പറയാൻ പറ്റില്ല. വെച്ചോളൂ. ആ വെച്ചോളൂ. ഇരിക്കെ, കഴിക്കണം. എന്താ ചേച്ചി ഇതൊക്കെ? മധുരം. ഇന്ന് അഡ്മിഷൻ കിട്ടിയ ദിവസമല്ലേ, ഇത് മുഴുവൻ കഴിക്കണം. ചേച്ചി ഇപ്പോഴിങ്ങോട്ട് വിളിച്ചില്ലേ? പുള്ളി ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ അത്ലറ്റിക് കോച്ചാ. അടുത്ത ജോലി കിട്ടിയത്. കുട്ടിയുടെ ആരാ? എന്റെ ചേച്ചിയോട് ഞാൻ സത്യം പറയാം. ഉണ്ണികൃഷ്ണൻ എന്ന പേര്. അച്ഛൻ മിലിറ്ററി മേജറാണ്. ബാംഗ്ലൂരിൽ ഞങ്ങളുടെ അടുത്ത ക്വാർട്ടേഴ്സിലായിരുന്നു താമസം. പുള്ളിക്കാരന്റെ നിർബന്ധം കൊണ്ട് ഞാൻ ഇവിടെ അഡ്മിഷൻ വാങ്ങിച്ചത്. നാണിക്കണ്ട കേട്ടോ, തമ്മിൽ സംസാരിക്കുന്നത് കേട്ടപ്പോഴേ തോന്നി. അല്ല, ഇപ്പൊ കാര്യം ഭയങ്കര സീരിയസ് ആണല്ലോ. അതെ ചേച്ചി. അല്ല, ഈ ഉണ്ണികൃഷ്ണൻ സ്വജാതിയാണോ? അയ്യോ, അതൊന്നും കുഴപ്പമില്ല, നായരാണ്. ഉണ്ണികൃഷ്ണൻ നായർ? ഞാനറിയില്ല. നിങ്ങളുടെ കോളേജ് എന്നാ പറഞ്ഞത്? ആ യൂണിവേഴ്സിറ്റി കോച്ചല്ലേ. കോളേജിൽ 2-3 മാസത്തെ അസൈൻമെന്റേ കാണൂ. പിന്നെ കളി പഠിപ്പിക്കുന്നത് മൈതാനത്തല്ലേ, ഞാനെങ്ങനെ കാണാനാ? വീട്ടുകാർക്കൊക്കെ സമ്മതാണ് കേട്ടോ. പക്ഷെ ഡിഗ്രി എടുത്തേ കല്യാണം കഴിക്കുമെന്ന് ആശയ്ക്കൊരു വാശി. ആ കൊള്ളാം, അതുവരെ അവൾക്കൊരു ബോയ് ഫ്രണ്ടായി. നല്ല കാര്യം. അച്ഛാ, എനിക്ക് ഒരു ബോയ് ഫ്രണ്ട്. ഓ, ആരാണോ അദ്ദേഹം? അരുൺ. അരുണോ? എത്ര വയസ്സുണ്ട് അദ്ദേഹത്തിന്? 4 വയസ്സ്. ഓ അയ്യോ. ആ കൊള്ളാം. ആ ഇനി ഇവിടെ ആർക്കൊക്കെ ഉണ്ട് ബോയ് ഫ്രണ്ട്സ്? ഓ ഇല്ലേ? ഓക്കെ, സി. കുട്ടി എന്താ ഇത്ര താമസിച്ചത്? അത് വഴിയിൽ വെച്ച് കോളേജ് ബസ് കേടായി. പിന്നെ ഇങ്ങോട്ട് നടന്നാ വന്നത്. ബാംഗ്ലൂർ ആയിരിക്കുമ്പോ കുട്ടി സ്കൂട്ടർ ഓടിക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ? വേണമെങ്കിൽ ഒന്ന് വാങ്ങിച്ചോളൂ. ഇങ്ങനെ നടന്ന് ക്ഷീണിക്കണ്ട. ഇന്ന് ഞാൻ കണ്ടിരുന്നു കേട്ടോ, അവർ രണ്ടുപേരും മോട്ടോർ സൈക്കിളിൽ നമ്മുടെ ഗേറ്റിന്റെ മുമ്പിൽ വന്ന് ഇറങ്ങിയത്. ആരുടെ കാര്യമായി പറയുന്നത്? ആശയുടെ. ഞാൻ പറഞ്ഞിരുന്നില്ലേ? ഓ, ദാറ്റ് ലവ് അഫെയർ. ആളുടെ മുഖം കണ്ടില്ല. അന്വേഷിച്ചിരുന്നോ കോളേജില്? ഉണ്ണീഷ് എന്നാ പേര്. ഭാര്യ, ഈ ആരാന്റെ പ്രേമം നമ്മൾ എന്തിനാ തിരക്കുന്നേ? നമുക്കൊന്ന് ഷേക്സ്പിയറെ, ഈ ചായ ഒന്ന് കുടിക്കൂ. കുട്ടികളുണ്ട് അപ്പുറത്ത്. ഹായ്. Come. Let's go. It's a beautiful house. വരൂ വരൂ. ചേച്ചി, ഇതാണ് ഞാൻ പറഞ്ഞ ആള്, ഉണ്ണികൃഷ്ണൻ. നമസ്തേ. നമസ്തേ, ഇരിക്കെ. ചേച്ചിയായിരുന്നു വീണ വായിച്ചത്?
ഞാൻ വെളിയിൽ നിന്ന് കേട്ടപ്പം റേഡിയോ ആണെന്ന് കരുതി. ഏയ് അത്രയ്ക്കുള്ള സ്റ്റാൻഡേർഡ് ഒന്നും എനിക്കില്ല. പഠിച്ചത് മറക്കാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മീട്ടി നോക്കും. ഏയ് അത് വെറുതെ പറയാ. ഇടയ്ക്ക് വായിക്കുന്നവർക്ക് ശ്രീരാമം വായിക്കാൻ അറിയില്ല. ആഹാ, ഉണ്ണീഷ്ണന് രാഗത്തെ കുറിച്ചൊക്കെ അറിയാലോ. അത്രയ്ക്കൊന്നും അറിയില്ല. ഈ രാഗം ഞാൻ എന്റെ അമ്മ വായിച്ചു കേട്ടിട്ടുണ്ട്. രുദ്രവീണയിൽ. രുദ്രവീണയോ? ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഞാൻ കാണിച്ചു തരാം. എന്റെ അമ്മ ഉപയോഗിച്ചിരുന്നൊരു വീണ എന്റെ കയ്യിലുണ്ട്. വളരെ പഴയതാ. ആൻ ആൻസിസ്ട്രൽ പ്രോപ്പർട്ടി. അപ്പോ ഉണ്ണീഷ്ണനും രുദ്രവീണയൊക്കെ വായിക്കാൻ അറിയാല്ലേ? അങ്ങനെയൊന്നുമില്ല. കുറേശ്ശെ തട്ടേ മുട്ടൊക്കെ ചെയ്യും. ആശേ അത് നിർത്തിക്കേ. സംസാരിക്കുന്നതേ എനിക്കൂടി താല്പര്യമുള്ള സബ്ജക്റ്റായി കൊള്ളാം. ചേച്ചിയുടെ വീട് എവിടാ? ഗുരുവായൂരടുത്ത്. ഞാൻ എപ്പോഴോ വെറുതെ തോന്നലായിരിക്കും. എന്താ കഴിക്കാൻ എടുക്കണ്ടേ? ആ, ഞാൻ ആലോചിക്കുകയായിരുന്നു. ചേച്ചി മറന്നുവെന്ന്. വന്ന് കയറിയ ഉടനെ ചോദിക്കാൻ തുടങ്ങിയേ എന്താ കഴിക്കാൻ വേണ്ടത്, എന്താ കഴിക്കാൻ വേണ്ടെന്ന്. ഞങ്ങൾക്കിപ്പോ ഒന്നും വേണ്ട. ചേച്ചിയുടെ വീട്ടിൽ ആദ്യം കഴിക്കണം. കൊണ്ടുവരാം. ഇന്ന് അവരോട് വന്നു കേട്ടോ. ആശയും ഉണ്ണീഷ്ണനും. ഓഹോ, കോളേജ് ജോലിയാണെന്നല്ലേ പറഞ്ഞത്. ഉണ്ണീഷ്ണനെ കണ്ട സ്റ്റുഡന്റ് എന്നേ പറയും. അവര് തമ്മിൽ നല്ല ചേർച്ചയാ. എന്ന് വെച്ചാൽ നമ്മളെ പോലെ കഷണ്ടി ഉണ്ടോ അയാൾക്ക്? പാല് മുറിഞ്ഞ കുറുക്കന്റെ സ്വഭാവ. എല്ലാവർക്കും കഷണ്ടി വേണമെന്നായിരിക്കും അല്ലേ? എന്നാലേ പുരുഷനാവൂ. ആഹാ, മേരി come here. എന്ത് പറ്റി? സ്റ്റാർട്ട് മിസ്സായി സർ. Usha, what happened to you? You are getting better. It is 13.5 seconds. Keep it up. Come on, come on. Come. Beautiful. What a lovely place. എന്തിനാ നമ്മൾ ഇങ്ങോട്ട് വന്നത്? സ്വൈര്യമായിട്ട് വല്ലതും സംസാരിക്കണമെങ്കിൽ പിന്നെ എവിടെ പോനാ? ഞാൻ നിന്റെ വീട്ടിലോട്ട് വരട്ടെ? വന്നു. ആന്റി ഉണ്ടാവും അവിടെ സ്വീകരിക്കാൻ. പിന്നെ നമ്മുടെ ആപ്പുണ്ണിനായിരുന്നു. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്റെ റൂമിലോട്ട് പോവാം. പിന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്ന റൂമിലേക്ക് വരാൻ വേറെ ആള് നോക്കിയാ മതി. അതുകൊണ്ടാ ഇങ്ങോട്ട് വന്നത്. എത്ര പ്രയാസപ്പെട്ട ഞാൻ ഈ സ്ഥലം കണ്ടുപിടിച്ചെന്നറിയാം. സോ ദിസ് വിൽ ബി അവർ മീറ്റിംഗ് പ്ലേസ്. കൈയെടുക്കൂ. എന്തോ? കൈയെടുക്കാൻ. അങ്ങനെ വിട്ടു നിന്ന് സംസാരിച്ചാ മതി. ഇനി എന്തോ സംസാരിക്കാനാ? ഉള്ള മൂട് മുഴുവൻ കളഞ്ഞില്ലേ? നിന്റെ വിശപ്പല്ലാണോ? കാണട്ടെ. രണ്ട് കാലും കണ്ടോ? എന്റെ സൈക്കിള് വിട്ടു വരതാ. കണ്ടോ? ഇനി മിസ്റ്റർ ചന്തുവിന് വേറെ വില കാണിച്ചില്ല. ഇതാ കണ്ടോ? കൈ രണ്ടും ഇങ്ങനെ വെക്കണം. എന്നിട്ട് ഇങ്ങനെ കുനിഞ്ഞ് ഭയങ്കര അഭ്യാസമാണല്ലോ പിള്ളേരുമായിട്ട്. അവിടെ കിടന്ന് എക്സസൈസ് ചെയ്തോട്ടെ. അങ്ങനെയെങ്കിൽ ഈ പിണ്ണത്തടി കുറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ. പിന്നെ ശബ്ദം ഉണ്ടാക്കാതിരിക്കും. ശബ്ദിക്കാതെ. ഇതാര് വാങ്ങി തന്നതാ? അങ്കിളല്ല, ഉണ്ണിയേട്ടൻ. എല്ലാരും പുറത്തുപോയി കളിക്കും. എന്തിനാ അതൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്? 2 ദിവസം കൂടെ ഇതെല്ലാം പൊട്ടിക്കും. അപ്പൊ വേറെ വാങ്ങിച്ചു കൊടുക്കാം. ചേച്ചിക്ക് അറിയില്ലേ, കുട്ടികളെ കളി പഠിപ്പിക്കുന്നല്ലേ എന്റെ ജോലി. ചേച്ചി, സാറെപ്പോ വരും? ലൈബ്രറി പോയിരിക്കാ. ഇപ്പൊ വരും. സാറിനെ കൊണ്ട് ആശയ്ക്ക് ചെറിയൊരു സഹായം ആവശ്യമുണ്ട്. ഇടയ്ക്ക് വല്ലതൊക്കെ പറഞ്ഞു കൊടുക്കാൻ. ഐ മീൻ ട്യൂഷൻ. ട്യൂഷൻ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി വിചാരിച്ചാൽ എല്ലാം നടക്കും. പ്ലീസ് ചേച്ചി. അതെ, മൂപ്പര് വന്നു. ആശ തന്നെ ചോദിച്ചോളൂ. അയ്യോ, എനിക്ക് പേടിയാ. ചേച്ചി പറഞ്ഞാ മതി പ്ലീസ്. ഇതെവിടെ കിട്ടി? ഇവിടെ വന്ന അങ്കിൾ കൊണ്ടുവന്നത്. അങ്കിളല്ല, ഉണ്ണിയേട്ടൻ.
ഇദ്ദേഹത്തെ അറിയോ? ഉണ്ണികൃഷ്ണൻ, യൂണിവേഴ്സിറ്റി കോച്ച്. ആ, ഈ സെൻട്രൽ ലൈബ്രറി എന്ന് പേരല്ലാതെ മനുഷ്യന് വായിക്കാൻ കൊള്ളാവുന്ന ഒരൊറ്റ പുസ്തകം അതിനകത്തില്ല. ആദ്യം ആ ലൈബ്രറിനെ അവിടെ നിന്ന് അടിച്ചിറക്കണം. നാസ്തി ഫെല്ലോ. സിഗരറ്റും പോച്ചിരിക്കും. അവിടെ കയറി ചെല്ലുന്നവരോട് മര്യാദയായിട്ട് പെരുമാറാൻ അയാൾ പഠിച്ചിട്ടില്ല. ലൈബ്രറി അവന്റെ തറവാട്ട് സ്വത്താണെന്ന വിചാരം. സർക്കാർ ഗ്രാന്റ് വർദ്ധിപ്പിക്കണമെന്നും പറഞ്ഞ് ബഹളം കൂട്ടാനൊക്കെ ഇവിടെ ഒരുപാട് ആളുകളുണ്ട്. ലോക്കൽ കമ്മിറ്റി, അഡ്വൈസറി ബോർഡ്. പക്ഷെ ഈ യോഗിമാർക്കൊന്നും ലൈബ്രറിയിൽ എന്ത് നടക്കുന്നു എന്ന് അന്വേഷിക്കാനുള്ള നേരമില്ല. ഇതൊക്കെ എന്തിനാ ഇവരോട് പറയുന്നേ? ആ, ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ആ, ഉണ്ണികൃഷ്ണൻ അല്ലേ? ഇവള് പറയാറുണ്ട്. ഇരിക്കൂ, എനിക്കൊന്ന് കുളിക്കണം. ആ ചെതല് പിടിച്ച് അലമാരക്കിടയിലൊന്ന് ഞാൻ ആകെ വേർതിരിക്കുക. ഓ, കാറ്റി പിടിച്ചൊന്നും കിടക്കില്ലെന്നേ. ആ, ഞാൻ ഇപ്പൊ വരായിരിക്കും. അപ്പൊ ചേച്ചി ഞങ്ങൾ ഇറങ്ങട്ടെ? ഇരിക്കെ വല്ലതും കഴിച്ചിട്ട് പോ. എനിക്ക് അല്പം ജോലിയുണ്ട്. ആ ചേച്ചി, എന്റെ കാര്യം സാറിനോടൊന്ന് പറയാം. ചേച്ചി ഏത് നേരം ഇങ്ങനെയുണ്ട് ഒരു വായന? നീ ഇങ്ങനെ അടുക്കള കയറിയിരുന്ന ഞാൻ പിന്നെ എന്തോ ചെയ്യും? എന്തെങ്കിലും ഒരു രസം വേണ്ടേ? ആ ആശയുടെ ട്യൂഷന്റെ കാര്യത്തിൽ എന്താ പറയണ്ടേ? ആശയുടെ ട്യൂഷൻ? ഇതിനിടെ ആശയ്ക്ക് ട്യൂഷൻ? നാളെ മുതൽ വരാൻ പറയട്ടെ. എനിക്ക് പറ്റില്ല. ഒഴിവുള്ളപ്പോ വല്ലതും പറഞ്ഞു കൊടുത്താൽ മതിയെന്നേ. നിനക്കെന്താ ഇത്ര നിർബന്ധം? ആ കുട്ടി എന്തോ എനിക്കിഷ്ടം. ഓ, എന്നാലേ എനിക്ക് ഈ കുട്ടിയാണ് ഇഷ്ടം. കാപ്പി. ആശയ്ക്ക് കാപ്പി കൊടുത്തോ? ദോശക്കല്ലേ, അത് എപ്പോഴേ അരച്ചു വെച്ചല്ലോ. ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. അതിന് എന്നോട് ദേഷ്യപ്പെട്ടെന്ത് കാര്യം? നിങ്ങൾ ആ കുന്തമെടുത്ത് ചെവി വെക്കുന്നുണ്ടോ? ഓ, ഇത് വെച്ചാ ഒരു ചൊറിച്ചില്ല, സഹിക്കാൻ വയ്യ. നിങ്ങളുടെ പൊട്ടത്തരം മറ്റുള്ളവരെ സഹിക്കണമെന്നാവും. ഇപ്പൊ കേക്കാം, പറഞ്ഞോളൂ. ആശയ്ക്ക് കാപ്പി കൊടുത്തോന്നാ ഞാൻ ചോദിച്ചത്. ഒന്നും കഴിച്ചില്ല. രാത്രിയിലും ഒന്നും വേണ്ടെന്നാ പറഞ്ഞേ. വീട്ടിൽ ഇറച്ചിയും മീനും കഴിച്ച് ശീലിച്ച കുട്ടിയല്ലേ. ഇവിടത്തെ ചിട്ടകളൊക്കെ ഇഷ്ടാവോ? ഇഷ്ടമായിക്കോളൂ. അവളെ വിളിക്കൂ. ഇവിടെ ഇല്ല, അപ്പുറത്തേക്ക് പോയിരിക്കാ.